ഇടുക്കി കൂട്ടാറിൽ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച സിഐയെ സംരക്ഷിച്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. കൂട്ടം കൂടി നിന്ന ആളുകളെ പിരിച്ചുവിടാൻ നിയമപരമായി മാത്രമാണ് ബലം പ്രയോഗിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് രണ്ടാമത്തെ തവണയാണ് സിഐയെ വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ട്. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് പരാതിക്കാരനായ മുരളീധരൻ ആശങ്കപ്പെടുന്നുണ്ട്. സിഐയുടെ മർദ്ദനത്തിൽ മുരളീധരന്റെ പല്ല് ഇളകിപ്പോയിരുന്നു. പുതുവത്സര ദിനത്തിൽ കൂട്ടാറിൽ മദ്യപിച്ച് കൂട്ടം കൂടി നിന്ന ആളുകളെ പിരിച്ചുവിടുന്നതിനിടെയാണ് മുരളീധരന്റെ മർദ്ദനമേറ്റതെന്നാണ് കട്ടപ്പന ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. 2 എസ്ഐമാർ ഉൾപ്പെടുന്ന സംഘം നേരത്തെ എത്തി മദ്യപ സംഘത്തോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് നടക്കാതെ വന്നതോടെയാണ് സിഐ സ്ഥലത്തെത്തിയത്. നിയമപരമായ ബലപ്രയോഗം മാത്രമാണ് സിഐ ഷമീർ ഖാൻ നടത്തിയതെന്നും ഇതിനിടയിലാണ് മുരളീധരന് അടികിട്ടിയതെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. സിഐക്കെതിരെ നടപടി ആവശ്യമില്ലെന്നും ജില്ലാ പോലീസ് മേധാവിക്ക് കട്ടപ്പന ഡിവൈഎസ്പി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നതിൽ ആശങ്ക അറിയിച്ച് പരാതിക്കാരനായ മുരളീധരനും രംഗത്തെത്തി. യാതൊരു പ്രകോപനവുമില്ലാതെ സിഐ ഷമീർ ഖാൻ വന്നിറങ്ങിയ ഉടനെ തന്നെ മുരളീധരനെ അടിച്ചു വീഴ്ത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പരിഗണിക്കാതെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സിഐയുടെ മർദ്ദനത്തിൽ മുരളീധരന്റെ പല്ല് പോയിരുന്നു. SP-ക്ക് ലഭിച്ച റിപ്പോർട്ട് ഉടൻ DIG-ക്ക് കൈമാറും. അതേസമയം കുറ്റക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന പോലീസ് നടപടിക്കെതിരെ മുഖ്യമന്ത്രിയെയും കോടതിയെയും സമീപിക്കാനൊരുങ്ങുകയാണ് മുരളീധരൻ. ജനം, ഇടുക്കി. കൊല്ലം ഓച്ചിറയിൽ ബാർ പരിസരത്ത് 2 യുവാക്കൾക്ക് ക്രൂരമർദ്ദനം. തടിക്കഷ്ണം, ഹെൽമറ്റ് എന്നിവ ഉപയോഗിച്ച് യുവാക്കളെ 4-അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, എന്താണ് സംഭവിച്ചത്? വ്യക്തിവൈരാഗ്യമാണോ ഈ ആക്രമണത്തിന് പിന്നിൽ? കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ ബാറിൽ നിന്നും ഇറങ്ങി വന്നിരുന്ന ഈ കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള വിനീഷ്, ശോഭി എന്നിവർ പുറത്തേക്ക് വരുമ്പോൾ 4 പേരടങ്ങുന്ന സംഘം പുറത്ത് നിൽക്കുകയായിരുന്നു. ഇവരുമായി ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. ആ സമയത്ത് തുടർന്നാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. അതായത് ഈ ഓച്ചിറ സ്വദേശിയായിട്ടുള്ള അനന്തു, അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥ്, റിനു എന്നിവർ ചേർന്ന്, അതോടൊപ്പം മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. ഇവർ 4 പേരും ചേർന്ന് ഈ 2 പേരെയും തടിക്കഷ്ണവും അതോടൊപ്പം തന്നെ ഹെൽമറ്റൊക്കെ ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ്. അത്തരത്തിലൊരു സംഘർഷമാണ് ഈ ബാർ പരിസരത്ത് നടന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ 3 പേരെ ഇപ്പോൾ ഓച്ചിറ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടെ പിടിയിലാകാനുണ്ട്. എന്തായാലും ആ ഒരു സംഘർഷം ബാറിന്റെ പരിസരത്ത് നടക്കുന്നത് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. ഇത്തരത്തിൽ ഒരു വാക്കുതർക്കമാണ് ഈ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ശരി മനോജ്.